നിർമ്മല പബ്ലിക് സ്കൂളിന്റെ വിശേഷങ്ങളും കലാവിരുന്നുകളുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ട് ആസ്വദിച്ചതും മനസ്സിലാക്കിയതും. ഇന്ന് നമ്മൾ ആ സ്കൂളിന്റെ മറ്റ് വിശേഷങ്ങളും അവരുടെ കലാവിരുന്നുകളും കാണുകയാണ്. സ്നേഹമുള്ളവരെ, 1998 കോതമംഗലം രൂപതയുടെയും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ വിമല പ്രോവിൻസ് മൂവാറ്റുപുഴയുടെയും സംയുക്ത സംരംഭമാണ് മൂവാറ്റുപുഴയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന നിർമ്മല പബ്ലിക് സ്കൂൾ. 25 വർഷം വലിയ ദൈവാനുഗ്രഹങ്ങളോടെ ഈ സ്ഥാപനം പ്രവർത്തന വിജയം കരസ്ഥമാക്കുമ്പോൾ സ്കൂളിനെ സംബന്ധിച്ച് 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് കുട്ടികളും സ്റ്റാഫ് അംഗങ്ങളും പേരൻസും ഈ നാട് മുഴുവനും. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കൈത്താങ്ങായി നിൽക്കാൻ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. 2015 ജീവനക്കാരും രക്ഷകർത്താക്കളും ചേർന്ന് 2000-ലധികം അവയവദാന സമ്മതപത്രം സമൂഹത്തിനായി സമർപ്പിക്കുകയുണ്ടായി. ഈ കാലയളവിനുള്ളിൽ അർഹരായ 2 കുടുംബങ്ങൾക്ക് രക്ഷകർത്താക്കളുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു. രക്തദാന ക്യാമ്പ്, പ്രകൃതി ദുരന്തങ്ങളിൽ കൈത്താങ്ങ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളിൽ സഹജീവി സ്നേഹം വളർത്തിയെടുക്കുവാൻ വിദ്യാലയം ശ്രദ്ധ വച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ ISO എന്നിവയുടെ അംഗീകാരം സ്കൂളിന് ലഭിക്കുകയുണ്ടായി. ബിറ്റ്സ് പിലാനി ഏർപ്പെടുത്തിയ ഗ്ലോബൽ ഇന്നോവേറ്റീവ് സ്കൂൾ അവാർഡ് നിർമ്മല പബ്ലിക് സ്കൂളിന്റെ മികവിന് ലഭിച്ച പുരസ്കാരമാണ്. പഠനത്തോടൊപ്പം പാഠ്യേതര മേഖലകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിശീലനങ്ങളിൽ ഏതാനും പ്രധാനപ്പെട്ടത് സ്കൂൾ ബാൻഡ്, യോഗ, കരാട്ടെ, ഡാൻസ്
സ്കേറ്റിംഗ്, ക്രാഫ്റ്റ് ആൻഡ് എംബ്രോയിഡറി, മ്യൂസിക് എന്നീ മേഖലകളിലും കുട്ടികൾക്ക് നല്ല പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ട്.
യുവത്വം നാടിൻ്റെ സമ്പത്താണ്. ലഹരി സമൂഹത്തിന് ശാപവും. ജീവിതത്തിലെ വസന്തമായ യൗവനത്തിന് തന്നെ ലഹരിക്കും ഭോഗാസക്തിക്കും അടിമപ്പെട്ട് ദുരിതക്കയത്തിൽ വീഴുന്ന മനുഷ്യരുടെ വാർത്തകൾ ഭാവിയെക്കുറിച്ചുള്ള ശോഭന സ്വപ്നങ്ങളിൽ കരിനിഴൽ പരത്തുന്നു. ആരോഗ്യകരമായ ഭക്ഷണശീലത്തിൻ്റെ പ്രാധാന്യവും ലഹരിയുടെ വിപത്തും ഓർമ്മപ്പെടുത്തുന്ന ഒരാവിഷ്കാരം. ചക്കയും കപ്പയും കാച്ചിലും ചേമ്പും തിന്ന് മണ്ണിൽ പണിയെടുത്ത് പ്രകൃതിയോടിണങ്ങി ജീവിച്ച പഴയ തലമുറ അരോഗദൃഢഗാത്രരായിരുന്നു. രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങൾക്ക് കീഴടങ്ങി സുഖാനുഭവങ്ങളുടെ മായിക ലോകത്തേക്ക് ചേക്കേറുന്ന പുതിയ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പ്രകൃതിക്ക് പുറംതിരിഞ്ഞു നിന്ന് മാരക രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. ഇന്നിൻ്റെ തിന്മകളെ ചൂണ്ടിക്കാട്ടി മഹിമയാർന്ന ജീവിത പാരമ്പര്യത്തിൻ്റെ കാലിക പ്രസക്തി ചർച്ച ചെയ്തുകൊണ്ട് നിർമ്മല പബ്ലിക് സ്കൂൾ മൂവാറ്റുപുഴ അവതരിപ്പിക്കുന്ന ഒരു ലഘുനാടകത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ ഹാർദമായി ക്ഷണിക്കുന്നു. അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ 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 അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ. മാന്യ മഹാജനങ്ങളെ, ഞങ്ങൾ നിങ്ങളുടെ സമക്ഷം ഒരു നാടകം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രിയ കൂട്ടരെ, നമ്മുടെ നാടകത്തിന് ഒരു കഥ വേണ്ടേ? വേണം, നാടകത്തിനൊരു കഥ വേണം. വേണം, നാടകത്തിനൊരു കഥ വേണം. എങ്കിൽ പറയൂ കൂട്ടരെ, എന്ത് കഥ വേണമെന്ന്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നിരോധനം. കൊള്ളാം. എനിക്കുമുണ്ടൊരു കഥ. പറയൂ. പുകവലി വരുത്തി വെക്കുന്ന ദോഷങ്ങൾ. അതും നല്ലത് തന്നെ. എങ്കിൽ ഞാനൊന്ന് പറയട്ടെ. തീർച്ചയായും. മായം ചേർക്കലുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ? അതും നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. എനിക്കുമുണ്ടൊരു കഥ. പറയൂ, കേൾക്കട്ടെ. മാലിന്യ സംസ്കരണമായാലോ? മാലിന്യം വേണ്ട രീതിയിൽ സംസ്കരിക്കാതെ വലിച്ചെറിയുന്ന രീതി നമ്മുടെ ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു കഥാതന്തുവാണ്. എങ്കിൽ ഞാൻ പറയട്ടെ, പ്ലാസ്റ്റിക് മലിനീകരണം. ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു മഹാവിപത്താണ് പ്ലാസ്റ്റിക് മാലിന്യം. അതും നമ്മുടെ നാടകത്തിൽ ഉൾപ്പെടുത്താം. എങ്കിൽ പ്രകൃതി സംരക്ഷണമായാലോ? പ്രകൃതിയെ നാം വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതിനാൽ മഴയായും മണ്ണിടിച്ചിലുമായും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതും നല്ലതു തന്നെ. ഞാൻ പറയട്ടെ. എന്നാൽ പറയൂ. മലയാളിയുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തെ പറ്റിയാണെങ്കിലോ? നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കഥാമൂല്യമുള്ളതാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ വിഷയങ്ങളാണ്. ഇതിനെയെല്ലാം കൂടി ഏകീകരിച്ച് നമുക്കൊരു ബോധവൽക്കരണം നടത്താം. എന്തിനെ പറ്റിയ ബോധവൽക്കരണം? ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ക്യാൻസർ. ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയായി നമുക്ക് ഈ നാടകത്തെ മാറ്റാം. ബോധവൽക്കരണം, ബോധവൽക്കരണം, ക്യാൻസർ ബോധവൽക്കരണം, 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 ക്യാൻസർ ബോധവൽക്കരണം. അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ 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 അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ. മദ്യദുരന്തങ്ങൾ വീണ്ടും കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നാം മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മാളോരെ, ആദ്യം ഒരു ഗ്ലാസ് മദ്യം കഴിക്കുന്നു, ഒരു ഗ്ലാസ് പല ഗ്ലാസ് മദ്യം കഴിപ്പിക്കുന്നു, ഒടുവിൽ ഗ്ലാസുകളെല്ലാം കൂടി ഒരു മദ്യപാനിയെ സൃഷ്ടിക്കുന്നു എന്നതാണ് മദ്യപാനത്തിനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പഴമൊഴി. കൂട്ടരെ, മദ്യപാനം എങ്ങനെയെല്ലാമാണ് നമ്മളെ നശിപ്പിക്കുന്നത്? പറയാം കൂട്ടരെ. മദ്യം കുടുംബജീവിതത്തിൽ സ്വൈരക്കേടുകൾ സൃഷ്ടിക്കുന്നു. ജോലി ചെയ്ത് കിട്ടുന്ന പണം മദ്യഷാപ്പിൽ നൽകുന്ന ഒരുവൻ ക്രമേണ അയാളെ കരൾ വീക്കത്തിലേക്ക് നയിക്കുന്നു. ഓർമ്മ നഷ്ടപ്പെടുന്നു. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു. നാഡികളുടെ പ്രവർത്തനം മന്ദീകരിക്കുന്നു. സ്ത്രീകളുടെ മദ്യപാനം ഗർഭസ്ഥ ശിശുവിനെയാണ് ബാധിക്കുന്നത്. കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നു. അങ്ങനെ ആരോഗ്യമാകെ നഷ്ടപ്പെട്ട് ക്യാൻസർ പോലുള്ള മാരാരോഗങ്ങൾക്ക് അടിമപ്പെട്ട് അകാല മരണത്തിലേക്ക് നീങ്ങുന്നു. ഇത്രയും അപകടകാരിയായിട്ട് കൂടിയും
മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം അടിക്കടി കൂടി വരികയാണല്ലോ കൂട്ടരെ. മദ്യം വിഷമാണെന്ന മുദ്ര മദ്യക്കുപ്പികളിൽ പതിക്കാനുള്ള വിവേകം നമുക്കുണ്ടായിരിക്കുന്നു. പക്ഷേ ആ വിഷം കഴിക്കാതിരിക്കാനുള്ള വിവേകം പ്രാവർത്തികമാക്കുന്നതിൽ നാം വളരെ പിന്നിലാണ്. ഇതിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് ഒരു മാറ്റം ആവശ്യമില്ലേ കൂട്ടരെ? മാറ്റം ആവശ്യമാണ്, മാറ്റം ആവശ്യമാണ്. നമുക്ക് നാശം വിതയ്ക്കുന്ന മദ്യം നാം എന്തിനുപയോഗിക്കണം? പട്ടിണിയിൽ ആഴ്ത്തിക്കൊണ്ട് നാം എന്തിനു വിഷം കഴിക്കണം? മദ്യം നമുക്ക് ആപത്തല്ലാതെ മറ്റൊരു നേട്ടവും നൽകുന്നില്ല. പിന്നെ നാം എന്തിനു അതിന് പിന്നാലെ പോകണം? അക്ഷരം പഠിച്ചു കഴിഞ്ഞു എന്നതിനർത്ഥം നാം അറിവിലേക്ക് നീങ്ങി എന്നാണല്ലോ. അത് ശരിയാണെങ്കിൽ നാം ഇങ്ങനെ ചിന്തിക്കുകയും മദ്യം ഉപേക്ഷിക്കുകയും വേണം. മാളോരെ, ഇങ്ങനെ നോക്കുമ്പോൾ സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് 3 കാര്യങ്ങൾ നടപ്പിലാക്കിയേ മതിയാവൂ. ഉത്പാദനം, വിൽപ്പന, ശീലം എന്നിങ്ങനെയുള്ള 3 തലങ്ങളിൽ നാം മദ്യത്തോട് വിട പറഞ്ഞാൽ മാത്രമേ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ലക്ഷ്യം കൈവരിക്കാനാവൂ. ഗുരുദേവന്റെ വചനങ്ങൾ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന വലിയ സന്ദേശം മറന്നാൽ കേരളം മദ്യദുരന്തത്തിന്റെയും മാറാരോഗത്തിന്റെയും നാടായി മാറും. നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടായി ഉയർത്താൻ നാം വ്യക്തിതലത്തിലും ഭരണതലത്തിലും കർശനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം. അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ, 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 അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ. അല്ല സുഹൃത്തെ, നിങ്ങൾ എന്താണ് ഇത്ര ശ്രമകരമായി അകത്താക്കാൻ ശ്രമിക്കുന്നത്? ഹേയ്, നിങ്ങൾ ആളെ കളിയാക്കുകയാണോ? ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. ഈ സമയത്ത് ഈ വഴിവെക്കിൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? നിങ്ങൾ മനഃപൂർവ്വം എന്നെ കളിയാക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, ഇത് നാവിനടിയിലിടുന്ന ഒരു ലഹരിയാണ്. അല്പം ചുണ്ണാമ്പും കൂടി ചേർത്ത് കവിളിലോ നാവിനടിയിലിട്ടാൽ മണിക്കൂറുകളോളം ഒരു തരിപ്പോടെ സുഖമായി നടക്കാം. തരിപ്പിനായി ഒന്ന് കരണ്ട് അടിച്ചാൽ പോരെ സുഹൃത്തെ? ഈ മാരക വിഷം നാവിൽ തിരുകണോ? നിങ്ങൾ വല്ലാതെ അതിരുവിടുന്നു. ഇന്നത്തെ തലമുറ ഇതുപോലുള്ള വിവിധങ്ങളായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഉറക്കം വരാതിരിക്കാൻ, പെട്ടെന്നുറങ്ങാൻ, നന്നായി പഠിക്കാൻ, പഠിക്കാതിരിക്കാൻ, സന്തോഷം വരാൻ, സങ്കടം വരാതിരിക്കാൻ, ഏത് വികാരവും ജനിപ്പിക്കാൻ കഴിയുന്ന ഇതുപോലുള്ള പല ദിവ്യ ഔഷധങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതെ, ഇന്നത്തെ തലമുറ ലഹരിക്ക് പിന്നാലെയാണ്. ലഹരി തരുന്ന ഉന്മാദത്തിൽ നിങ്ങൾ പലതും മറക്കുന്നു. ഉറ്റവരെയും ഉടയവരെയും നിങ്ങൾക്ക് കാണാനാകുന്നില്ല. ഈ മാരകമായ വിഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിറയ്ക്കുമ്പോൾ നിങ്ങൾ വലിയൊരു രോഗത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് അറിയുന്നുണ്ടോ സുഹൃത്തെ? ഹേ മനുഷ്യ, ജനിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. തീർച്ചയാണല്ലോ. ഇതെല്ലാം അനുഭവിച്ച് ആസ്വദിച്ച് മരിക്കുന്നതല്ലേ ബുദ്ധി? തെറ്റാണ് സുഹൃത്തെ. ആസ്വദിച്ചല്ല, മറിച്ച് ഇഞ്ചിഞ്ചായാണ് നിങ്ങൾ മരിക്കുന്നത് സുഹൃത്തെ. നിങ്ങളോട് സംസാരിച്ച് സമയം കളയാൻ വെറുതെ ഞാനില്ല. നിങ്ങൾ കവലപ്രസംഗം തുടരൂ, ഞാൻ പോകുന്നു. മാളോരെ, മാരക വിഷമാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നാരും തിരിച്ചറിയുന്നില്ല. ലഹരിക്കായി പുകയില ഉൽപ്പന്നങ്ങളിൽ വിവിധങ്ങളായ രാസവസ്തുക്കൾ കലർത്തി പാക്കറ്റുകളിലാക്കി നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരത്ത് പോലും വിറ്റഴിക്കപ്പെടുന്നു. ഒരിക്കൽ ഇത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും അതിന്റെ രുചി തേടിപ്പോകുന്ന നമ്മുടെ യുവതലമുറ മാരകമായ ക്യാൻസർ ക്ഷണിച്ചു വരുത്തുന്നു. നിങ്ങൾക്കറിയാമോ, നാവിലും തൊണ്ടയിലും ശ്വാസകോശത്തിലും ആമാശയത്തിലും ഉണ്ടാക്കുന്ന ക്യാൻസർ 98% ഇന്ത്യയിലാണ്. ഇത്തരം പുകയിലെ ഉപയോഗം കൊണ്ട് എത്രയെത്ര മനുഷ്യ ജീവിതങ്ങളാണ് ക്യാൻസറിന് കീഴടങ്ങി മരണപ്പെടുന്നത്. നമുക്ക് വേണ്ട ലഹരിയും മാരകമായ ക്യാൻസറും, നമുക്ക് വേണ്ട ലഹരിയും മാരകമായ ക്യാൻസറും. അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ, 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 അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ. ജാനകി എടുത്തിയേ, എന്താ പതിവില്ലാതെ ഒരു ക്ലീനിങ് പരിപാടി? പരിസര ശുദ്ധീകരണമാണോ? പ്രത്യേകിച്ചൊന്നുമില്ല. തൊടി നിറയെ ചപ്പും ചവറുകളുമാ. കുന്നോളം പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കത്തിച്ച അതോടെ എല്ലാം അങ്ങ് വൃത്തിയാകുമല്ലോ. ജാനകി എടുത്തി,
ദിവസവും നമ്മുടെ വീടുകളിൽ എത്ര പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമാണ് വന്നു കയറുന്നത്. അത് നമ്മൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത്. അത് നാം കരുതലോടെ സൂക്ഷിക്കണം. ഇതൊക്കെ സൂക്ഷിച്ച ആര് കൊണ്ടുപോകാനാ? ഒരുത്തി വരും മാസത്തിലൊരിക്കല്, ആ കുടുംബശ്രീ ലീല. അവൾക്കാണെങ്കിലോ കുടുംബശ്രീ സ്ത്രീധനം കിട്ടിയ ഭാവ. പ്ലാസ്റ്റിക് കഴുകിയില്ല, തരം തിരിച്ചില്ല, 100 കുറ്റമാ. ഇതാകുമ്പോ കത്തിച്ചാ തീരുമല്ലോ. ജാനുവേടത്തി, നമ്മുടെ വീടുകളിൽ എത്തുന്ന പ്ലാസ്റ്റിക്കുകൾ നാം ക്ഷമയോടെ കരുതലോടെ കൈകാര്യം ചെയ്യാൻ ശീലിക്കണം. പണ്ടെല്ലാം ഇത്രയും പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വീടുകളിൽ എത്താറില്ല. കടലാസിൽ പൊതിഞ്ഞാണ് കിട്ടിയിരുന്നത്. ആ സ്ഥാനത്ത് ഇന്നെല്ലാം കവറുകളിലായി. ഇത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാമെന്ന സർക്കാർ നിർദ്ദേശം കടലാസിൽ ഒതുങ്ങുന്നു. പ്ലാസ്റ്റിക് കവറുകൾ കത്തിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നതെന്ന് ജാനുവേടത്തിക്ക് അറിയുമോ? അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നു. മാരകമായ ഈ വിഷവാതകങ്ങൾ ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്നു. ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാവാതെ കഴിയണമെന്ന ജാനകിയെടുത്തി അറിയാതെ തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായോ? ക്ഷമിക്കണം, ഇത്രയും വലിയ വിപത്താണ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കേയില്ല. കഴുകി ഉണക്കി വൃത്തിയോടെ കുടുംബശ്രീ ലീലയെ ഏൽപ്പിക്കാം. വരും തലമുറ നേരിടാൻ പോകുന്ന വലിയ വിപത്താണ് മാലിന്യങ്ങൾ. ഇവ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് മൂലം ഒരു ജനതയും പക്ഷിമൃഗങ്ങളും ചത്തൊടുങ്ങുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ, കരുതലോടെ, ജാഗ്രതയോടെ പ്ലാസ്റ്റിക്കുകളെ കൈകാര്യം ചെയ്യാം. പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന ക്യാൻസറിനെ നമുക്ക് ചെറുക്കാം. അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ, 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 അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം, ആഹാര സാധനങ്ങളിൽ മായം ചേർത്ത ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചു. പണത്തിനൊപ്പം സാമൂഹ്യ വിരുദ്ധരായ ലഹരി മാഫിയ സംഘങ്ങളുമായി കൂട്ടുകൂടി. ഒടുവിൽ എൻ്റെ സമ്പാദ്യം, എൻ്റെ ഭാര്യ, മക്കൾ, ബന്ധുക്കൾ ഇവരെല്ലാരെയും ഇന്നെനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി. ഈ സമൂഹത്തിനോട് ഞാൻ ചെയ്ത കൊടും ക്രൂരതയ്ക്കുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമപ്പെട്ട ഞാൻ മരണത്തിന്റെ ദയയ്ക്കായി കാത്തിരിക്കുന്നു. എന്റെ ഈ ദയനീയ അവസ്ഥ ഇനി നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. മാളോരെ, നമുക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഈ ശരീരം മാരകമായ വിഷം കൊണ്ട് നിറയ്ക്കരുത്. ഈ ഭൂമിയെയും ഇതിലെ എല്ലാ ജീവജാലങ്ങളെയും, സസ്യങ്ങളെയും, ജലത്തെയും, വായുവിനെയും സ്നേഹത്തോടെ, കരുതലോടെ സംരക്ഷിച്ച് ഒരു ക്യാൻസർ മുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാൻ കൂട്ടരെ. അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ, 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 അതിന്തോ തെയ്താരോ തകതെയ്യ കന്താരോ തെയ്താരോ. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ജാതനായ ഈശോയ്ക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ട് ഒരു നൃത്താവിഷ്കാരം. പരലോകം വിട്ട് ഇഹലോകം വന്ന തിരുമനുസൂദനേ, പരലോകം വിട്ട് ഇഹലോകം വന്ന തിരുമനുസൂദനേ, ആ തിരുമനുസൂദനേ, മനുജവതാരനായി തിരുമനു
തിരുമനുസൂദനെ മനോജവതാരനായി തിരുമനുസൂദനെ മനോജവതാരനായി മഹിയിൽ പിറന്നവനെ മഹിയിൽ പിറന്നവനെ അനുകമ്പാർദ്രം തവ തിരുമിഴികൾ അജഗണമിവരെ തഴുകുമ്പോൾ അനുകമ്പാർദ്രം തവ തിരുമിഴികൾ അജഗണമിവരെ തഴുകുമ്പോൾ അബലം പാപാകുലമീ ജീവിതം ആ തിരുമൊഴിയാലൊഴിയുമ്പോൾ സകലം ശാപവിമോചിത ജന്മം സഫലം രക്ഷകമഹിതലധർമ്മം ദീപമായ വഴി ജീവനായ മൊഴി സ്നേഹലോലമിഴി നീയല്ലോ ദീപമായ വഴി ജീവനായ മൊഴി സ്നേഹലോലമിഴി നീയല്ലോ ആനന്ദനായകനേ നായകനേ ആ ഈ അവസരത്തിൽ തുടർന്നും ഈ വിദ്യാലയത്തിന് തലമുറകൾക്ക് ദീപം തെളിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു.